കുറച്ച് ബുദ്ധിമുട്ടുള്ള വീഡിയോ ആണ്. എന്നാലും സാരമില്ല. എൻ്റെ സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ AI വീഡിയോകൾ ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് കുറേ ബുദ്ധിമുട്ടുണ്ട്. കുറേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് AI വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതി എന്ന് പറഞ്ഞാൽ വളരെ 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 സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എന്തെന്ന് വെച്ചാൽ ഞാൻ സാധാരണക്കാരിയായൊരു വീട്ടമ്മയാണ്. അപ്പോൾ എന്നെപ്പോലെ തന്നെ സാധാരണക്കാരായവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ആദ്യം തന്നെ മെറ്റ AI എന്ന് പറയുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മെറ്റ എടുക്കുക, എന്നിട്ട് അതിലെ ചാറ്റ് എടുക്കുക. അതിങ്ങനെ സൈഡാക്കി കൊടുത്താൽ ചാറ്റ് കിട്ടും. അതിൽ ക്രിയേറ്റ് വീഡിയോ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷനില്ലേ, അതൊന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ മതി. ക്രിയേറ്റ് എ വീഡിയോ ഫ്രം മൈ ഫോട്ടോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ. അപ്പോൾ അത് ഓണാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. എനിക്ക് അങ്ങനെയാണ് വരുന്നത്. വേറെ ഓപ്ഷൻ ഉണ്ടോ എന്നൊന്നും എന്നോട് ആരും ചോദിക്കരുത് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. എന്തെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അത് തമ്പനെയിൽ സൈസ് രൂപത്തിൽ ഫോട്ടോസാണ് വേണ്ടത്. നമ്മൾ ഹോറിസോണ്ടലായിട്ടുള്ള ഫോട്ടോ ആണ് എടുത്തിട്ടുണ്ടായിരിക്കേണ്ടത് കേട്ടോ, നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് തരും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടത് അതുപോലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഗാലറിയിൽ നിന്ന് ഒരു വീഡിയോ സെലക്ട് ചെയ്ത്, വീഡിയോ അല്ല ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് എന്നിട്ട് അതിലേക്ക് അയച്ചു കൊടുത്താൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്നും എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ വരും. എൻ്റെ വീഡിയോക്ക് ഇതുപോലെയുള്ള വീഡിയോ അത്യാവശ്യം ഇത് മതി. ഞാനിതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ആ വീഡിയോയിൽ കാണില്ലേ 3 കുത്ത്, അതിൽ തൊട്ട് കഴിഞ്ഞാൽ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്കത് സേവ് ചെയ്യാം. എന്നിട്ട് സേവ്ഡ് എന്ന് വന്നതിന് ശേഷം മാത്രമേ അത് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ താഴെ കുറേ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അതിൽ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഞാൻ രണ്ടാമതായിട്ട് ഉപയോഗിക്കും. ഈ സേവും എക്സ്റ്റെൻഡും മാത്രമാണ് ഞാൻ AIയിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് നമുക്ക് 3 തവണ എക്സ്റ്റെൻഡ് അടിച്ചിട്ട് പിന്നെ നമുക്ക് വീഡിയോസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒരു 30 സെക്കൻഡോളം രീതിയിൽ 21 സെക്കൻഡോളം ഉള്ള ഒരു വീഡിയോ ഇട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കത് ലാസ്റ്റ് സേവ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഇതുപോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ബാക്ക് അടിച്ച് വന്നാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് വീഡിയോ എടുത്തില്ല, അതിൻ്റെ താഴായിട്ട് സിംഗിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുള്ളൊരു ഉണ്ട്. അപ്പോൾ അതിൽ നമ്മളിതുപോലെ ഫോട്ടോ ഇട്ട് കൊടുത്ത് അതും ഓപ്പൺ ആക്കുമ്പോൾ ഗാലറിയാണ് ഓപ്പൺ ആവുക. എന്നിട്ട് അതിലിതുപോലെ വീഡിയോ ഇട്ട് കൊടുത്താൽ 4 രീതിയിൽ പാട്ട് പാടുന്നതാണ് വരിക കേട്ടോ. കുറച്ച് ഓവറായ പാട്ട് പാടലായിരിക്കും. നമ്മളെ ലിപ് മൂവ്മെൻ്റ് ഒക്കെ വളരെ കുറച്ച് ഓവറാണ്. അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണില്ല. നമുക്ക് നമ്മുടെ കാര്യം നടന്നാൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായ രീതിയിലാണ് കേട്ടോ ഞാൻ AI വീഡിയോ ഉണ്ടാക്കുന്നത്. വേറെ ഒന്നും അടിച്ചു കൊടുക്കുകയോ എഴുതി കൊടുക്കുകയോ ഒന്നും ചെയ്യണില്ല. അപ്പോൾ ഇതുപോലെ സേവ് ചെയ്തെടുക്കുക. പിന്നെ എക്സ്റ്റെൻഡ് അടിക്കണമെങ്കിൽ നമുക്കത് കൂട്ടി എടുക്കണമെങ്കിൽ 3 തവണ 21 സെക്കൻഡ് ഓളം 71 സെക്കൻഡോളം ഉള്ള വീഡിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. AI വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് 2 വട്ടം സേവ് ചെയ്തിട്ട് നമുക്ക് 2 വട്ടം സേവ് ചെയ്യുക, എത്ര വട്ടം വേണമെങ്കിലും സേവ് ചെയ്യാം. നമുക്ക് കൂടുതലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ AI വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മെറ്റ AI എന്ന് പറയുന്നത് നമ്മുടെ വാട്സപ്പിലുള്ള മെറ്റ അല്ലാതെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് മെറ്റ AI എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് തമ്പനെയിൽ സൈസ് ഫോട്ടോസ് എടുത്തിട്ട് തമ്പനെയിലിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആ ഫോട്ടോ ആണ് ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നതും. ഈ 2 ഓപ്ഷനിലൂടെ, അതായത് ഒന്ന് സംസാരിക്കുന്ന രീതി കിട്ടാനും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന രീതി കിട്ടാനും 2 ഓപ്ഷനാണ് ഈ മെറ്റ AIയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ AI വീഡിയോസ് ഉണ്ടാക്കുന്നത്.
ഇങ്ങനെയാണ് AI വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഉഡായിപ്പ് രീതി എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മനസ്സിലായോ എന്നുള്ളതൊക്കെ കമൻറ്റിലൂടെ പറയുക കേട്ടോ. ഇനി ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എഡിറ്റിംഗ് രീതി ഞാൻ പറഞ്ഞുതരാം. അതും വളരെ ഉഡായിപ്പാണ് കേട്ടോ. ഞാൻ വളരെ സിമ്പിളായ രീതിയിലാണ് എഡിറ്റിംഗ് ചെയ്യുന്നത്. എനിക്ക് അത്ര റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. അപ്പം ഞാൻ CapCut ഉപയോഗിക്കുന്നുണ്ട്, CapCut ആപ്പും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് സൗണ്ട് കൊടുക്കലൊഴികെ ബാക്കി എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത് ഗാലറിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗാലറി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് വീഡിയോസ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഫോണിൽ തന്നെയാണ് ഞാൻ എൻ്റെ എൻ്റെ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണത്. അപ്പോൾ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഏത് വീഡിയോ ആണോ അതിനനുസരിച്ചിട്ട് സെലക്ട് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഏത് പാർട്ടാണ് വരേണ്ടത് അങ്ങനെ ആയിട്ടുള്ളത് സെലക്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ഫസ്റ്റത്തെ 3 വീഡിയോ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിതിൽ ഫസ്റ്റത്തെ 3 വീഡിയോ ആണ് ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാനിതിലെ ഫസ്റ്റത്തെ 3 വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ കാണാല്ലേ മോർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാല്ലേ 3 കുത്ത്, ആ കുത്തിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻ വരും. അതിൽ വീഡിയോ ക്ലിപ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഞാൻ എഡിറ്റിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഫോണിലും ഇതുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിച്ച ഫോണിലൊക്കെ ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലാണ് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ ഉള്ളത്. ഇനി ട്രിം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാനും ഒക്കെ നമ്മുടെ വീഡിയോയുടെ എങ്ങനെയാണ് ഏത് ഭാഗം കട്ട് ചെയ്യണം എന്നൊക്കെ നമുക്ക് നോക്കാം. എനിക്ക് ഇപ്പോൾ ഇതിൽ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ സൗണ്ട് കുറക്കണം. കാരണം നമ്മൾ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ നമ്മളെ ലിപ്പ് മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പാട്ടിൻ്റെ ഓപ്ഷനിലാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കുറക്കണം. പിന്നെ ഇതിൽ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ വേറെ സൗണ്ടുകളൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറക്കണം. അപ്പോൾ ഓരോ വീഡിയോയുടെയും സെപ്പറേറ്റ് സൗണ്ട് കുറച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് വേറെ സൗണ്ടുകളൊന്നും വരാതിരിക്കുള്ളേ. അപ്പോൾ ഇതിൽ സൗണ്ട് കുറക്കുക, പിന്നെ അതുപോലെ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ സ്പീഡ് കൂട്ടാൻ കുറക്കാൻ അങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ തന്നെ എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനുള്ള എൻ്റെ ഗാലറിയിൽ തന്നെ എഡിറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സൗണ്ട് കൊടുക്കാൻ മാത്രമാണ് ഞാൻ CapCut ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാത്തിൻ്റെയും സൗണ്ട് കുറക്കണതാണ് കാണിക്കുന്നത്. കട്ട് ചെയ്യണതും സ്പീഡ് ആക്കണതൊന്നും ഞാൻ അതിൽ കാണിക്കണില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എക്സ്പോർട്ട് ഞെക്കുക. അത് എക്സ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫുള്ള് സൗണ്ടൊക്കെ കുറഞ്ഞ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ഗാലറിയിൽ തന്നെ വന്നെടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് സൗണ്ട് എനിക്ക് സൗണ്ട് കൊടുക്കേണ്ട പരിപാടി മാത്രമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ക്രിയേറ്റ് കഴിഞ്ഞു. ഇനി സൗണ്ട് കൊടുക്കുക മാത്രം ചെയ്താൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു വീഡിയോ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് CapCutലാണ്. CapCutൽ സൗണ്ട് കൊടുക്കാൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. വേറെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഗാലറിയിൽ നിന്ന് ഞാൻ ഇതെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ ഗാലറിയിൽ നമ്മുടെ വീഡിയോ നേരത്തെ എക്സ്പോർട്ട് ചെയ്യാൻ വീഡിയോ ഗാലറിയിൽ വന്ന് കിടക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇനി CapCutൽ സൗണ്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ CapCut വീണ്ടും എടുത്തിട്ടുണ്ട്. CapCut എടുത്തു. അതിൽ പ്ലസ് ന്യൂ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്ലസ് ക്ലിക്കുക. എന്നിട്ട് നമ്മൾ ഏത് വീഡിയോക്കാണോ സൗണ്ട് കൊടുക്കേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിൽ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൽ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ട അത് ക്ലിക്ക് ചെയ്യാം. പിന്നെ അതിൽ റെക്കോർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് കൊടുക്കാനുള്ള അത് വരും. എന്നിട്ട് ഇതിൽ നമുക്ക് എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞോളൂ. എന്നിട്ട് നമുക്ക് പറഞ്ഞ് തെറ്റുണ്ടെങ്കിൽ നമ്മളത് ആ ഒരു മൈക്കയുടെ ഇതില്ലേ അതിൽ തൊട്ട് കഴിഞ്ഞാൽ വീണ്ടും ഓഫാവും. റെക്കോർഡിൻ്റെ അത് തൊട്ട് കഴിഞ്ഞാൽ അത് ഓഫാവും. ഒരു വട്ടം തൊട്ടാൽ മതി, അപ്പോൾ അത് ഓഫാവും. നമുക്കത് ബാക്ക് അടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ കാണാം. അപ്പോൾ നമുക്ക് സൗണ്ട് കൊടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് വീണ്ടും രണ്ടാമത് അത് റെക്കോർഡ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സൗണ്ട് കൊടുക്കാം. പിന്നെ അതുപോലെ അത് നിർത്തി സൗണ്ട് കൊടുക്കാം. നമുക്കിങ്ങനെ ഓഫാക്കി കുറച്ചേച്ച നിർത്തിയിട്ട് സൗണ്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ഞാൻ CapCutൽ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ എഡിറ്റിംഗ് രീതിയും പൂർണ്ണമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഗാലറിയിൽ നിന്ന് തന്നെ ഞാൻ മെറ്റ AI ഉപയോഗിച്ചിട്ട് AI വീഡിയോ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ആ വീഡിയോയും ഞാൻ എടുത്ത് വെച്ച വീഡിയോസൊക്കെ കൂടിയിട്ട് എൻ്റെ ഗാലറിയിൽ നിന്ന് എഡിറ്റിംഗ് ചെയ്യും.
എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ സൗണ്ട് കൊടുക്കാൻ മാത്രം CapCutൽ കൊണ്ടിട്ട് സൗണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഇത് എനിക്ക് വളരെ സിമ്പിളായ രീതിയാണ്. വളരെ എപ്പോൾ വേണമെങ്കിലും ധൃതി പിടിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. വളരെ കുറച്ച് സമയം ഇതിന് വേണ്ടുള്ളൂ. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കറങ്ങി നമ്മുടെ വീഡിയോ ഇതുപോലെ ഡൺ ഞെക്കണം ലാസ്റ്റ്. എന്നിട്ട് നമ്മുടെ വീഡിയോ ഗാലറിയിൽ വന്ന് കിടക്കൂട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എഡിറ്റിങ്ങും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ AI വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയാട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ AI വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മാത്രമല്ല എൻ്റെ വീഡിയോസിന് അത്യാവശ്യം വ്യൂ ഉള്ളത്. ഞാൻ നന്നായിട്ട് വീഡിയോ ചെയ്യാൻ പഠിച്ചത് കൊണ്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ പഠിച്ചത് കൊണ്ടാണ് എൻ്റെ വീഡിയോസിനൊക്കെ വ്യൂ ഉള്ളത്. അത് പഠിപ്പിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞങ്ങൾക്കൊരു സാറും ഉണ്ട്. ആ സാറ് പഠിപ്പിച്ചതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല വ്യൂവിലേക്ക് എത്താൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആ രീതികൾ പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിനെ പറ്റിയിട്ടും പിന്നെ ഞാൻ എന്തൊക്കെയാണ് ആ ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചതും ഞങ്ങൾ എത്ര പേരാണ് ആ ഗ്രൂപ്പിലുള്ളതും ഞങ്ങളെ പഠിപ്പിക്കുന്ന സാർ ആരാണെന്നും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.